പള്ളിയച്ചൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന റവറൻ ഫാദർ എബ്രഹാം പള്ളിവാതിക്കൽ എസ്.ജെ. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ അമരക്കാരനാണ്. 70കളിൽ കരിസ്മാറ്റിക് നവീകരണം കേരളത്തിലേക്ക് വന്ന കാലഘട്ടം മുതൽ ഇതിന്റെ മുൻപന്തിയിലുണ്ട്. പ്രധാനമായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തെ കത്തോലിക്ക സഭയുമായിട്ട് അതിന്റെ തനിമയുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാനാണ് ആദ്യ നാളുകളിൽ അദ്ദേഹം ഒത്തിരി പരിശ്രമിച്ചത്. കാരണം ഇതെന്തോ പ്രൊട്ടസ്റ്റന്റ് നവീകരണം, പ്രൊട്ടസ്റ്റന്റ് ശൈലിയാണെന്നോ പെന്തക്കോസ്ത ശൈലിയാണെന്നൊക്കെയുള്ള ധാരാളം ആക്ഷേപങ്ങൾ കേട്ടിരുന്ന കാലഘട്ടത്തിലാണിത് കരിസ്മാറ്റിക് കേരളത്തിലേക്ക് വരുന്നത്. അന്ന് അങ്ങനെയല്ല, ഇത് കത്തോലിക്ക തനിമയുള്ള കത്തോലിസിസം തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, മാമുദീസയിലേക്ക് ലഭിച്ച ജ്ഞാനസ്നാനത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് എല്ലാവരെയും നടന്നടുപ്പിക്കുക, അതാണ് ഇതിന്റെ തനിമയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി തന്റെ ജീവിതം മൊത്തം മാറ്റിവെച്ച ഒരു സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഥവാ പള്ളിയച്ചൻ. ആ നാളുകളിൽ ധാരാളം യുവജനങ്ങളും നവീകരണത്തിലേക്ക് കടന്നു വന്നിരുന്നു. അപ്പൊ യുവജനങ്ങളെ മാത്രമായിട്ട് ഒന്നിച്ചു ചേർക്കുന്നതിൽ പ്രത്യേകിച്ച് അച്ഛൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കാരണം യുവജനങ്ങളിലൂടെ സഭയുടെ അടുത്ത ഭാവി നാളെ അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയാണ് ജീസസ് യൂത്തിനൊക്കെ തുടക്കമിടുന്നത്. ജീസസ് യൂത്ത് എന്നുള്ള പേര് കിട്ടുന്നത് 1985-ലാണെങ്കിലും ഏതാണ്ട് 70കളുടെ അവസാനത്തിലും 80കളുടെ ആരംഭത്തിലും ധാരാളം യുവജനങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഒരു 17 പേരടങ്ങുന്ന ഫസ്റ്റ് ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവരൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും വചനം പഠിക്കുകയും സഭയെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് അനേക യുവജനങ്ങളെ ഇതിനോട് ചേർക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അച്ഛൻ അവരിൽ പലരുടെയും ഒരു പേഴ്സണൽ മെന്റർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. ആ ചെറിയ കൂട്ടായ്മയാണ് വളർന്ന് വളർന്ന് കുറച്ചുകൂടി കൂടുതൽ യുവജനങ്ങളിലേക്ക് അത് എത്തിച്ച് 1985 ആയപ്പോഴേക്കും ഒരു ചെറിയ കോൺഫറൻസ് നടത്താൻ പറ്റിയ വിധത്തിൽ ആ ഗ്രൂപ്പ് വളർന്നു. ആ കോൺഫറൻസിന്റെ പേര് ജീസസ് യൂത്ത് 85 എന്നായിരുന്നു. പിന്നീട് 85 എന്നുള്ള വാക്ക് ലോപിക്കുകയും ജീസസ് യൂത്ത് എന്നുള്ള പേര് ഈ മുന്നേറ്റത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജീസസ് യൂത്തിന്റെ തുടക്കം. അപ്പൊ ഈ 17 പേരോടൊപ്പം അച്ഛൻ നടന്ന നാളുകൾ പലരും വിമർശനങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സൗമ്യത ഇതിനെല്ലാം ഓവർടേക്ക് ചെയ്യുന്നതും അദ്ദേഹത്തിന് കൃത്യമായൊരു ബോധ്യമുണ്ടായിരുന്നു. ഇത് നന്മയ്ക്കാണ്, ഇത് സഭയുടെ നന്മയ്ക്കാണ്, ഇത് സഭയുടെ വളർച്ചയ്ക്കാണ്. അനേകം യുവജനങ്ങളെ സഭയോടൊത്ത് പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് 86 ആയപ്പോഴാണ് കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ഒരു കേന്ദ്രം, ഒരു ഓഫീസ്, കേന്ദ്രീകൃത ഓഫീസ് ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞ് അതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു. കളമശ്ശേരിയിലെ എമ്മാവൂസ് വാങ്ങുന്നതിന് മുൻകൈ എടുത്തത് പള്ളിവാക്കലച്ഛനാണ്. അന്നൊരു 8 ലക്ഷം രൂപ കൊടുത്ത് അത് മേടിക്കുമ്പോൾ അച്ഛൻ ഓടി നടന്ന് പൈസ പിരിച്ച കാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് അച്ഛന്റെ ഉദ്ദേശം ഇതായിരുന്നു. എമ്മാവൂസ് എന്ന് പറഞ്ഞ ഭവനം കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള എല്ലാവരുടെയും ഭവനമാണ്. ഇന്ന് KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ഓഫീസാണത്. അതോടൊപ്പം ഒരു അൽമായ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നു. കേരളത്തിലെ 103ഓളം ധ്യാന കേന്ദ്രങ്ങളിലെ വചനപ്രഘോഷകരുടെയും കൗൺസിലർമാരുടെയും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. കേരളത്തിൽ 24 സോണുകളായിട്ട് തിരിച്ചിട്ട് വിവിധ സോണുകളിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ തക്ക വിധത്തിലുള്ള നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് ഈ എമ്മാവൂസ് തുടങ്ങുന്നത്. ഇന്നും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കരിസ്മാറ്റിക് നവീകരണത്തെ ഇത്രത്തോളം എന്താ സ്നേഹിച്ചൊരു മനുഷ്യൻ, ഒരു വൈദികൻ വേറെയില്ല. അതാണ് അച്ഛൻ്റെ ഒരു കരിസ്മാറ്റിക് തനിമ ഞാൻ പറയുന്നത്. ആ ഒരു കത്തോലിസിസത്തിൽ എല്ലാവരെയും വളർത്തിയെടുക്കുക എന്നുള്ളത്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജസ്യൂട്ടാണ്, പക്ക ജസ്യൂട്ട്. ജസ്യൂട്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഈശോ സഭ വൈദികനിൽ എപ്പോഴും ഒരു പാവങ്ങളോടുള്ള പക്ഷം ചേരലും ഒരു സോഷ്യലിസം അല്ലെങ്കിൽ എല്ലാവരോടും എല്ലാം പങ്കുവെക്കണമെന്നുള്ള ചിന്തയും ആ രംഗത്ത് അതനുസരിച്ച് നോക്കുമ്പോൾ അച്ഛനൊരു വലിയ മനുഷ്യസ്നേഹിയാണ്. ജീസസ് യൂത്തിലാണെങ്കിലും മറ്റു കരിസ്മാറ്റികത്തിലാണെങ്കിലും ഇല്ലാത്തവരുടെ എന്തെങ്കിലും സാമ്പത്തികമായോ തൊഴിൽപരമായോ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നത്, രോഗങ്ങൾ മൂലമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ തേടി പിടിച്ച് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി
ഉള്ള വ്യക്തികളിൽ നിന്ന് അത് മേടിച്ചെടുത്ത് ഇവർക്ക് കൊടുക്കത്തക്ക വിധത്തിലൊരു സോഷ്യലിസം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ ഇവരെയൊക്കെ പരിപാലിക്കുന്നത്. അച്ഛൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാത്ത ജീസസ് യൂത്ത് ഇല്ല എന്നുള്ളതാണ്. അത് സാമ്പത്തിക സ്നേഹമാകാം, അല്ലെങ്കിൽ ആത്മീയ സ്നേഹമാകാം, ചിലപ്പോൾ അച്ഛൻ സ്പെൻഡ് ചെയ്ത ടൈമാണ്. ഇവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അച്ഛൻ കണ്ടെത്തുന്ന ഒരു സമയം മാറ്റിവെക്കുന്ന ഒരു വലിയ ജീവിത രീതി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മദർലി സ്പർശമായിരുന്നു അച്ഛൻ. പലപ്പോഴും ഞങ്ങൾ അച്ഛനെ കുറിച്ച് പറയുന്നത് വേറെ മദർലി ഫാദർ എന്നാണ്. മാതൃത്വം നഷ്ടപ്പെടാത്ത വിധത്തിൽ സ്നേഹത്തിൽ കൂടെ ചേർന്ന് വയ്ക്കുന്ന ഒരു അച്ഛൻ. ഇന്ന് അങ്ങനെയുള്ള വൈദികരെയൊന്നും നമുക്ക് കിട്ടാനില്ല എന്നുള്ളതും, അല്ലെങ്കിൽ കുറവാണ് എന്നുള്ളതും നമ്മുടെ ഇടയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു മദർലി ടച്ചോടുകൂടിയുള്ള സ്നേഹം. എന്നാൽ അതോടൊപ്പം തന്നെ അമ്മ മക്കളെ ശകാരിക്കുന്നത് പോലെ, വഴക്ക് പറയുന്നത് പോലെ, ദേഷ്യപ്പെടുന്നത് പോലെ, തല്ലുപിടിക്കുമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ല അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ കേൾക്കാതെ വരുവാണെങ്കിൽ യുവജനങ്ങളുടെ പലരും അച്ഛൻ്റെ ചെവിക്ക് പിടിച്ചുള്ള നുള്ളൽ ഇന്നും കൂടി പറയുകയായിരുന്നു, എന്തോരം പിച്ചച്ഛൻ്റെ ഇത് കൊണ്ടിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ഇടിയായിരിക്കാം. അതൊക്കെ ഒരു മദർലി സ്നേഹത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അച്ഛൻ ഈ ഒരു വ്യക്തിപരമായും സംഘാതമായും യുവജനങ്ങളെ വളർത്തുന്നതിൽ മുന്നിൽ നിൽക്കുകയായിരുന്നു. പലപ്പോഴും അച്ഛൻ്റെ ഇടപെടലുകൾ പലയിടത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലരും അച്ഛനെ ചീത്ത പറയുന്നത് ഞങ്ങൾ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാറി നിന്ന് കുറ്റം പറയുന്നതും വിധിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയല്ല അച്ഛൻ്റെ ഒരു പ്രത്യേകത കണ്ടത് അച്ഛൻ്റെ സൗമ്യതയാണ്, ശാന്തതയാണ്. ഹൃദയശാന്തതയും എളിമയും ഉള്ളവർ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ശാന്തതയും ഒരു എളിമയും കൊണ്ട് അച്ഛനെ വഴക്ക് പറയുന്നിടത്ത് പോലും സുസ്മേരവദനായിട്ട് നടന്നു പോകുന്നൊരച്ഛൻ. ജസ്യൂട്ട് എന്ന നിലയിൽ സ്നേഹസേന എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു അച്ഛൻ കുറേ നാള്. കുട്ടികളുടെ ഇടയിൽ സുവിശേഷം എത്തിക്കുന്ന മാസികയാണ്. പല സ്കൂളുകളിലും, കുമാരനെല്ലൂരിൽ അതിൻ്റെ ഓഫീസിൽ നിന്ന് കേരളത്തിലെ പല സ്കൂളുകളിലും ഓടി നടന്നു ഈ മാസികയിലൂടെ സുവിശേഷം വിതറിയ പള്ളിവാക്കലച്ഛനെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 30കളിലും 40കളിലും ഒക്കെ പ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കരിസ്മാറ്റിക് നവീനത്തിന്റെ ഓഫീസിലെ ചെയർമാൻ എന്നുള്ള നിലയിൽ അന്നത്തെ അമരക്കാരനായിരുന്ന നമ്മുടെ ദൈവദാസൻ ജെറോം പിതാവ്, കൊല്ലത്തെ ജെറോം ഫെർണാണ്ടസ് പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരിസ്മാറ്റിക് നവീകരണത്തെ എല്ലാവരിലേക്ക് എത്തിക്കാൻ അച്ഛൻ പരിശ്രമിച്ചു. കേരളമുടനീളം ഓടി നടന്ന് ധാരാളം ധ്യാനങ്ങൾ നടത്തി. അന്നത്തെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ പറയുന്നത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ കോഴ്സായിരുന്നു, ഒരു പാക്കേജ് ആയിരുന്നു. അത് ദൈവസ്നേഹം തുടങ്ങിയ വിഷയത്തിൽ തുടങ്ങി ആന്തരിക സൗഖ്യത്തിലൂടെ, പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ സഭയിലേക്കുള്ള ഉൾച്ചേരലിലേക്ക് എത്തി നിൽക്കുന്നതാണ്. അവരെ എല്ലാവരെയും ഒരു കൊച്ചു കൂട്ടായ്മയുടെ ഭാഗമാക്കാൻ പരിശ്രമിക്കാൻ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമാക്കാൻ പരിശ്രമിക്കുമായിരുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ ധ്യാനം കൂടുകയല്ല ചെയ്യണം, നിങ്ങൾ ഒന്നിച്ചിരുന്ന് വചനം പഠിച്ച് വളരണം എന്നുള്ളൊരു ചിന്തയോടുകൂടി. അപ്പൊ അങ്ങനെ ഒരു തനിമ, തനിമ, അതിൻ്റെ ഊടും പാവും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വം, അത് സ്നേഹത്തിന്റെ ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു തലത്തിലേക്ക് ഞാൻ ചിന്തിക്കും, അച്ഛൻ പലരുടെയും വ്യക്തി ജീവിതത്തിൽ വിവാഹം നടത്തി കൊടുക്കുന്നതിലാണെങ്കിലും, ജീവിത പങ്കാളിയെ കണ്ടെത്തി കൊടുക്കുന്നതിലാണെങ്കിലും, വൈദിക അന്തസ്സോ സന്യാസ അന്തസ്സോ ഡിസേൺ ചെയ്യാനും, വിവേചിച്ചറിയാനും, അത് ഡിറ്റക്ട് ചെയ്യാനും, അവരതിനകത്ത് വളർത്താനും, അതായത് ഈ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ, യുവജനങ്ങളുടെ സിനഡ് നടന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, അക്കമ്പനിങ് യൂത്ത് ഇൻ ദെയർ ഫെയ്ത്ത് ജേർണി to help them to discern their vocational discernment. അതായിരുന്നു അച്ഛൻ അക്കമ്പനി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ മറ്റൊരു ലക്ഷ്യം. ഓരോരുത്തരുടെയും കൂടെ നടന്ന് അവരെക്കുറിച്ചുള്ള ദൈവഹിതം, ദൈവവിളി വിഭജിച്ചറിയാനും തിരിച്ചറിയാനും യുവജനങ്ങളെ, കുടുംബങ്ങളെ ഒക്കെ സഹായിക്കുക എന്നുള്ളത്. മക്കളുടെ എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ അച്ഛൻ, നമ്മൾ 2 പിള്ളേരുമായിട്ടൊക്കെ ചെല്ലുന്നവരോട് അച്ഛൻ പറയും 3ാമത്തെ കൊച്ചാണ്. 3 പിള്ളേരുമായിട്ട് ചെല്ലുന്നിടത്ത് അച്ഛൻ ചോദിക്കും 4ാമത്തെ കൊച്ചായില്ലേ. അതായത് പ്രോ ലൈഫിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് കൂടുതൽ സഭ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോഴും 40 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രോ ലൈഫിനെ കുറിച്ച്, ഇനി മക്കളധികം ഇല്ലാത്തൊരു, ദൈവം 1-2 പിള്ളേരെ കൊടുത്തിട്ടുള്ളവരോട് അച്ഛൻ ചോദിക്കും, ഒരു കൊച്ചിനും കൂടി ദത്തെടുക്കാൻ മേലെ. അങ്ങനെ അച്ഛൻ ദത്തെടുത്ത് കൊടുത്തിട്ടുള്ള അനേകം കുഞ്ഞുങ്ങൾ ജീസസ് യൂത്ത് കുടുംബങ്ങളിലുണ്ട്. ഒത്തിരി പേർക്ക്, ചിലർക്ക് മക്കളില്ലാത്തവർക്ക് കൊടുത്ത്, ചിലർക്ക് മക്കളുള്ളവർക്ക് തന്നെ നിങ്ങൾക്ക് ഒരു കൊച്ചിനെ കൂടി നോക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട്
കൊച്ചുങ്ങളെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അനേകം വീടുകളിൽ ഒരു ദത്തെടുത്ത കുഞ്ഞും കൂടി വളരുന്നുണ്ടെങ്കിൽ അത് പലവാക്കളത്തിൻ്റെ സംഭാവനയാണ്. അത് അച്ഛൻ്റെ പ്രോ ലൈഫ് ചിന്തയുടെ ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ തനിമയാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇന്ന് ഈ ലോകം വിട്ട് അച്ഛൻ യാത്രയായപ്പോൾ, ഇന്ന് വെളുപ്പിനെയാണ് പോയത്, സങ്കടത്തെക്കാളേറെ സന്തോഷത്തിന്റെയും സായുജ്യത്തിന്റെയും അനുഭവമാണ്. കാരണം അച്ഛൻ തൊടുത്തുവിട്ട, സ്പർശിച്ചു വിട്ട അനേകം ജീവിതങ്ങൾ, ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഇന്ന് ലോകമെങ്ങാടുമുണ്ട്. ഈ ലക്ഷക്കണക്കിന് ജീവിതങ്ങളുടെ ആത്മീയ സ്പർശനവും ഭൗതിക സ്പർശനവും സാമൂഹ്യ സ്പർശനവും കൊണ്ട് അച്ഛൻ സ്പർശിച്ച ജീവിതങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് അച്ഛൻ ഇന്ന് അവരുടെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് ജീസസ് യൂത്തിനും അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച എല്ലാവർക്കും പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അച്ഛനോടും നമുക്ക് പ്രാർത്ഥിക്കാം, അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.